ക്യാപിറ്റൽ ഫിൻസർവ് ലിമിറ്റഡിന്റെ കോതമംഗലം നഗരത്തിൽ പ്രവർത്തിച്ചിരുന്ന ശാഖ ഇനി മുതൽ തങ്കളം ജംഗ്ഷനിൽ പ്രവർത്തനം തുടരും. പുതിയതായി ആരംഭിച്ച ബ്രാഞ്ചിന്റെ പ്രവർത്തന ഉദ്ഘാടനം കോതമംഗലം മുനിസിപ്പൽ ചെയർപേഴ്സൺ ഭാനുമതി രാജു നിർവഹിച്ചു. ഒരു നാടിന്റെ പുരോഗതിക്ക് പ്രധാന പങ്കുവഹിക്കുന്നവയാണ് പണമിടപാട് സ്ഥാപനങ്ങൾ അഥവാ ധനകാര്യ സ്ഥാപനങ്ങൾ. നിക്ഷേപങ്ങൾ സ്വീകരിച്ചുകൊണ്ടും കുറഞ്ഞ പലിശയിളവിൽ വായ്പകൾ അനുവദിച്ചുകൊണ്ടും പണമിടപാട് സ്ഥാപനങ്ങൾ ജനങ്ങളെ നേരിട്ടും അല്ലാതെയും സഹായിക്കുന്നു. പല കച്ചവട കേന്ദ്രങ്ങളുടെയും വിജയത്തിന് അടിത്തറ തന്നെ ഇത്തരം പണമിടപാട് സ്ഥാപനങ്ങൾ നൽകുന്ന വായ്പകളാണ്. ദീർഘകാല നിക്ഷേപങ്ങളിലൂടെ സാമ്പത്തിക അടിത്തറയ്ക്കും സുരക്ഷയ്ക്കും കാരണമായി തീരുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ മധ്യ തിരുവിതാംകൂറിലെ ഒരു ചെറുപട്ടണമായ കോതമംഗലത്തു നിന്നും പടർന്നു പന്തലിച്ച് സംസ്ഥാനത്തിനകത്തും പുറത്തുമായി നിരവധി ശാഖകൾ ആരംഭിച്ച് മികച്ച NBFCക്ക് എന്തുകൊണ്ടും മാതൃകയായി മാറുകയാണ് ക്യാപിറ്റൽ ഫിൻസർവ് ലിമിറ്റഡ്. കോതമംഗലത്തെ പ്രധാന ബ്രാഞ്ചിനോടൊപ്പം നഗരത്തിൽ പ്രവർത്തിച്ചിരുന്ന ടൗൺ ബ്രാഞ്ചിന്റെ പ്രവർത്തനം തങ്കളം ജംഗ്ഷനിലേക്ക് മാറ്റി സ്ഥാപിച്ചുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിലും തമിഴ്നാട്ടിലുമായി നിലവിൽ 35 ബ്രാഞ്ചുകളാണ് ക്യാപിറ്റൽ ഫിൻസർവ് ലിമിറ്റഡിന് ഉള്ളത്. ഇതിലും പുറമെ ഈ മാസം കർണാടക സംസ്ഥാനത്തും ബാങ്കിന്റെ പുതിയ ശാഖകൾ തുറക്കും. കോതമംഗലത്ത് തങ്കളം ജംഗ്ഷനിൽ TVJ ഐ ഹോസ്പിറ്റലിന് എതിർവശത്തായി തെക്കുംപുറം ബിൽഡിംഗ്സിലാണ് പുതിയ ശാഖ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഉദ്ഘാടനത്തിന്റെ മുന്നോടിയായി നടത്തിയ കൂദാശ കർമ്മങ്ങൾക്ക് പിണ്ടിവന സെന്റ് ജോൺസ് യാക്കോബായ പള്ളി വികാരി ഫാദർ ജോൺ കോമയിൽ കാർമ്മികത്വം വഹിച്ചു. പെരുന്നാളുകളുടെ നേരങ്ങളിലും സമയങ്ങളിലും കാലം മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. തുടർന്ന് മുനിസിപ്പൽ ചെയർപേഴ്സൺ ഭാനുമതി രാജു ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മുനിസിപ്പൽ കൗൺസിലർമാരായ ഷിബു കുര്യാക്കോസ്, മിനി ബെന്നി, വ്യാപാരി വ്യവസായി പ്രസിഡന്റ് TJ ജോർജ് തെക്കുംപുറം തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ശേഷം ഭദ്രദീപം കൊളുത്തി. ക്യാപിറ്റൽ ഫിൻസർവിന്റെ പുതിയ ശാഖയെക്കുറിച്ചും തങ്ങൾ പുതുതായി നൽകുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ചും കമ്പനി ചെയർമാൻ ഡോക്ടർ ഷാജൻ കുര്യാക്കോസ് ഇങ്ങനെ വ്യക്തമാക്കി. ക്യാപിറ്റൽ ഫിൻസർവ് ലിമിറ്റഡിന്റെ 33 വർഷത്തെ പാരമ്പര്യത്തോടെ കോതമംഗലത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന മറ്റൊരു സ്ഥലത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ബ്രാഞ്ച് പുതിയ ലൊക്കേഷനിലേക്ക് മാറ്റി സ്ഥാപിക്കുന്ന ചടങ്ങാണ് യഥാർത്ഥത്തിൽ ഇന്ന് നടന്നത്. ഇത് കൂടുതൽ സൗകര്യപ്രദമായ ഒരു ലൊക്കേഷനായി മാനേജ്മെന്റ് ഐഡന്റിഫൈ ചെയ്യും ഇവിടെ നമ്മൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ പറയാനുള്ളത്, ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ കൂടുതൽ പൈസ ലഭ്യമാക്കുന്ന രീതിയിലാണ് ഞങ്ങളുടെ എല്ലാ സ്കീമുകളും വിഭാവനം ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വിശ്വസ്തയോടെ പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ മുഖമുദ്ര. കേരളത്തിലും തമിഴ്നാട്ടിലുമായി ഇപ്പോൾ 35 ബ്രാഞ്ചുകളാണ് ഞങ്ങൾക്കുള്ളത്. കൂടുതൽ സ്ഥലത്ത് തമിഴ്നാട്ടിൽ തന്നെ ഏകദേശം 15ഓളം സ്ഥലങ്ങളിൽ പുതിയതായി ബ്രാഞ്ചുകൾ തുടങ്ങുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇതിൽ തന്നെ പല ബ്രാഞ്ചുകളുടെയും വർക്കുകൾ പുരോഗമിക്കുകയാണ്. കൂടാതെ ഈ വർഷം തന്നെ തമിഴ്നാട്ടിലും കർണാടകയിലും പുതിയ ബ്രാഞ്ചുകൾ ആരംഭിക്കുന്നതിനുള്ള എല്ലാ നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ച് ഇതൊരു വലിയ NBFC ആയി മാറ്റുവാൻ മാനേജ്മെന്റ് പ്രതിജ്ഞാബദ്ധമാണ് എന്ന് മാത്രം ഞാൻ അറിയിക്കുക. കമ്പനി മാനേജിംഗ് ഡയറക്ടർ ബാബു ഏലിയാസ്, CFO ജഗൻ ജോസഫ്, AGM സജി മത്തായി, ബിനു കുരുവിള, സജി കെ മാത്യു, പൗലോസ് കുട്ടി ജേക്കബ്, അഞ്ജു ബി നായർ, കമ്പനി സെക്രട്ടറി ഫാത്തിമ റോസ്ല എന്നിവരും സന്നിഹിതരായിരുന്നു. ചീഫ് ബിസിനസ് ആൻഡ് മാർക്കറ്റിംഗ് ഓഫീസർ കിരൺ ബാബു നന്ദി പ്രകാശിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് KCB ന്യൂസ്.